ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാല്യൂ ആണ്. ആ വാല്യൂ തന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും +2 കിട്ടിയ മാർക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാനെന്ത് ചെയ്യുന്നു? ആ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. ആ ആവറേജ് മാർക്ക് നിങ്ങളെ എല്ലാവരുടെയും മാർക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ, ദ ടെൻഡൻസി ഓഫ് ഒബ്സർവേഷൻ ടു ക്ലസ്റ്റർ അറൗണ്ട് എ സെൻട്രൽ വാല്യൂ ഈസ് നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. Central value is commonly termed as average, which may be used as a representation value of set of observation. Okay, the following are some measure of averages in common use. 1. Arithmetic mean. 2. Geometric mean. 3. Harmonic mean. 4. Median. 5. Mode. Okay. Now, importance of average. Averages are representative value. Okay, without referring all values, we get an idea about the behavior of the group. Okay. Second one, average help comparison. Third one, average facilitate sampling technique. Fourth one, average pave the way for further statistical analysis. Okay. Now, desirable properties of an average. എന്തൊക്കെയാണ് ആവറേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഹാവ് എ ഫോർമുല ആൻഡ് പ്രൊസീജിയർ സച്ച് ദാറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺ who calculate it for a set of value get the same answer. ഞാൻ നിങ്ങൾക്ക് ഒരു 10 പേർക്ക് സെയിം വാല്യൂ തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വാല്യൂ അല്ലേ കിട്ടൂ? കാരണം നമുക്കൊരു ക്ലിയർ ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുക, അല്ലേ? സെക്കൻഡ് പ്രോപ്പർട്ടി, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റം. നമുക്ക് കുറച്ച് വാല്യൂ തന്നിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാ ഒബ്സർവേഷൻ്റെയും സം ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്താണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി അൺഡുവലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം. ഓക്കെ, ഇനി ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ബി ഇറ്റ് സെൽഫ് ഫോർ ഓൾജിബ്രൈക് മാനിപ്പുലേഷൻ. നമുക്ക് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ ആവറേജ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് കമ്പൈൻഡ് സെറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു കാൽക്കുലേറ്റ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, കാരണം ഒരു ഫോർമുല ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ. ഇനി സിക്സ്ത് വൺ, ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. നമ്മൾ ഒരേ പോപ്പുലേഷനിൽ നിന്ന് തന്നെ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് അരിത്തമാറ്റിക് മീൻ എന്ന് നോക്കാം. The arithmetic mean or simply mean is the most popular and widely used average. It is the value obtained by dividing sum of all observation by the number of observation, and arithmetic mean is denoted by x bar. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള അരിത്തമാറ്റിക് മീൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ അരിത്തമാറ്റിക് മീനും രണ്ടാമത്തത് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനും. Definition for a raw data. For a raw data, if x1, x2, etc. xn are n observation, then x bar is equal to x1 plus x2 plus etc. plus xn divided by n. That is sum of all observation divided by total number of observation. Consider the following example. Calculate arithmetic mean of 12, 18, 14, 15 and 16. Okay, by definition we have x bar is equal to summation x by n, that is x1 plus x2 plus x3 plus x4 plus xy divided by 5, that is
12 plus 18 plus 14 plus 15 plus 16 divided by 5, that is equal to 75 by 5, that is equal to 15. ഓക്കെ, അപ്പോൾ 15 ആണ് ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ ആവറേജ്. ഓക്കെ, definition for a frequency data. For a frequency data, if x1, x2, etc. xn are n observation or middle value of n classes with the corresponding frequencies f1, f2, etc. fn, then arithmetic mean is given by x bar is equal to f1 into x1 plus f2 into x2 plus etc. plus fn into xn divided by f1 plus f2 plus etc. plus fn. That is equal to summation f into x divided by summation f. That is equal to x bar is equal to summation f into x divided by capital N, where capital N is equal to summation f. That is our total frequency. Consider the following example. The following data indicate daily earnings of 14 workers in a factory. Daily earnings in rupees 5, 6, 7, 8 and 9. And number of workers is equal to 3, 8, 12, 10 and 7. Calculate the average income per worker. Okay, solution നോക്കൂ. Daily earnings in rupees, that is our x, and number of workers, that is our frequency. Okay, by definition നമുക്കറിയാം x bar is equal to summation f into x divided by capital N. Okay, അപ്പോൾ summation f into x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. That is equal to 219 and capital N is equal to 14. Therefore x bar is equal to 290 divided by 14, that is equal to 7.25. Therefore average income per workers is 7.25. Okay. ഇനി എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഫോർ എ റോ ഡാറ്റ, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് അരിത്തമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഡി ഡിവൈഡ് ബൈ എൻ, വേർ എ ഈസ് ദി അസ്യൂംഡ് മീൻ ആൻഡ് ഡി ഈസ് ദ ഡീവിയേഷൻ ഓഫ് ഐറ്റം ഫ്രം അസ്യൂംഡ് മീൻ, ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ, വേർ എ ഈസ് ദി അവർ അസ്യൂംഡ് മീൻ. ഓക്കെ, ദ സ്റ്റെപ്സ് ആർ: സ്റ്റെപ്പ് 1, ടേക്ക് ആൻ അസ്യൂംഡ് മീൻ. ഇപ്പോൾ നമുക്ക് ഒരു 5 ഒബ്സർവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 5 ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഒരു അസ്യൂം ചെയ്തൊരു മീനിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ്, ടേക്ക് ഡീവിയേഷൻ ഓഫ് ഐറ്റംസ് ഫ്രം ദ അസ്യൂംഡ് മീൻ ആൻഡ് ഡിനോട്ടഡ് ദിസ് ഡീവിയേഷൻ ബൈ ഡി, ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. നൗ തേർഡ് സ്റ്റെപ്പ്, obtained the sum of this deviation, that is summation d. And fourth step is apply the formula, that is x bar is equal to a plus summation d divided by n. For example, calculate arithmetic mean of 305, 320, 332, 350. ഓക്കെ, ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്ന മീനാണ് അസ്യൂംഡ് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ എ ഇസ് ഈക്വൽ ടു 320. ഓക്കെ, നൗ നമുക്കിനി എല്ലാ ഒബ്സർവേഷനിൽ നിന്നും ഡീവിയേഷൻ എടുക്കണം അല്ലേ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 320. D is equal to first deviation 305 minus 320, that is equal to minus 15. Second deviation 320 minus 0, 320 minus 320, that is equal to 0. Third deviation 332 minus 320, that is equal to 12. And fourth division 350 minus 320, that is equal to 13. And the summation D is equal to 27. Then using formula x bar is equal to a plus summation d divided by n, that is equal to a is equal to 320, that is 320 plus 27 by 4, that is equal to 320 plus 6.75, that is equal to 326.75. In shortcut method for frequency data, when shortcut method is used, arithmetic mean is computed by applying the following formula,
that is x bar is equal to a plus summation f into d divided by n into c, where d is equal to x minus a divided by c, where a is the assumed mean and c is the class interval, x is the mid value. The mid value of the class interval with the maximum frequency is chosen as arbitrary origin or assumed mean. ഓക്കെ, അസ്യൂംഡ് മീൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ലാർജസ്റ്റ് ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് മിഡ് വാല്യൂ, അതാണ് നമ്മുടെ അസ്യൂംഡ് മീൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദ അരിത്തമാറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ: വീക്ക്ലി വേജസ് 3 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, and corresponding frequencies are 3, 12, 10, 20, 10, and 5. First column weekly wages, second column frequency, and third column mid value, fourth column d is equal to x minus a divided by c. Okay, ഇവിടെ ലാർജസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 20 ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് മിഡ് വാല്യൂ 25. ദാറ്റ് ഈസ് അവർ a. Therefore a is equal to 25. Okay, and class interval c is equal to 10. Therefore d is equal to x minus 25 divided by 10. That is d is equal to minus 2, minus 1, 0, 1, and 2. Then f into d is equal to minus 2 into 3, that is equal to minus 6, 12 into minus 1, that is equal to minus 12, 20 into 0, that is equal to 0, 10 into 1, that is equal to 10, and 5 into 2, that is equal to 10, and summation f into d is equal to 2. Then we have the formula: x bar is equal to a plus summation f into d divided by capital N into c, that is equal to 25 plus 2 divided by capital N, that is equal to 15 ആണ്. അവിടെ 10 അല്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. 25 plus 2 divided by 15 into 10, that is equal to 25 plus 0.4, that is equal to 25.4. Okay. ഇനി ഞാൻ പറഞ്ഞു അരിത്തമാറ്റിക് മീൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ അരിത്തമാറ്റിക് മീനും രണ്ടാമത്തെ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീനും. ബൈ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ we assume all the observations are of equal importance, but in practice that may not be usually always. Okay, നമ്മൾ സിമ്പിൾ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ഒബ്സർവേഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ചില വാല്യൂവിന് ഒരു എക്സ്ട്രാ വെയിറ്റേജ് കൊടുക്കുന്നു. ഓക്കെ, if x1, x2, etc. xn are n observation with the corresponding weights or importance, the weighted arithmetic mean is defined as w1 into x1 plus w2 into x2 plus wn into xn divided by w1 plus w2 plus etc. plus wn. That is summation wx divided by summation